നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ചില്ലി ഫിഷാണ്. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചില്ലി ഫിഷ്. മുള്ളില്ലാത്ത നല്ല മാംസമുള്ള മീനുകളാണ് ചില്ലി ഫിഷ് ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത്. നമുക്കിനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കരുത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 400 ഗ്രാം ഫിഷാണ്. ഇതൊരു ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതാണ് ചില്ലി ഫിഷിന് ഏറ്റവും നല്ലത്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതൊരു ക്യാപ്സിക്കമാണ്. ഇത് ഞാനൊരു ക്യൂബ് ഷേപ്പിൽ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രീൻ ചില്ലിയാണ്. ഗ്രീൻ ചില്ലിക്കകത്ത് കളറുള്ള ചില്ലികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 പീസാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതൊരു 2 വലിയ സവാള ഞാൻ ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരു 3 തണ്ട് സ്പ്രിംഗ് അനിയൻ ഞാൻ എടുത്തു. അതിൻ്റെ താഴ്ഭാഗത്തുള്ള വെള്ള കളർ സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചു. ഗ്രീൻ ഭാഗം ഇതുപോലെ വേറെ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ 10 വെളുത്തുള്ളി നല്ല വട്ടത്തിൽ കുറച്ച് കനം കുറച്ച് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഫിഷ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത് മൈദയാണ്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്കിതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് എണ്ണ ചൂടാവുന്ന ടൈമിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചില്ലി ഗാർലിക് സോസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ചില്ലിക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഇത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. ഞാനിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നീളത്തിലൊന്നിവിടെ ഒന്ന് കലക്കി വെക്കുകയാണ്. നിങ്ങൾക്ക് നല്ല ഗ്രേവി ടൈപ്പാണ് വേണ്ടതെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് കുറേയും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫിഷ് ചില്ലിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കോട്ട് ചെയ്ത് ഡ്രൈ ടൈപ്പിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടായി കഴിയുമ്പം ഫിഷ് നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്യാം. കുറച്ച് വലിയ പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാടിങ്ങനെ നിറച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫിഷ് പൊടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എണ്ണയിൽ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഫിഷ് അധികം എണ്ണ കുടിക്കുകയില്ല, നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഫിഷ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം നല്ലതുപോലെ കോട്ടായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ എക്സസ് എണ്ണ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് പിടിച്ചോളും. നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഞാനൊരു വലിയ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ചൂടായപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടിട്ട് മീഡിയം തീയിലാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് വഴറ്റുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന വെള്ള കളറിലെ സ്പ്രിംഗ് ഓണിയനാണ് ആഡ് ചെയ്തേക്കുന്നത്. രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ഒപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർക്കാം. സവാളയുടെ കളർ അങ്ങനെ ഒരുപാട് മാറുമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റേജിലെത്തിയാൽ മാത്രം മതി. ഇനി നമ്മൾ അതിലേക്ക് ഗ്രീൻ ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മളിനി ഇതിലേക്ക് ഇടുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഇട്ട് ഒന്ന് പച്ചമണം മാറി കിട്ടിയാൽ മതി. അങ്ങനെ ഒരുപാട് അങ്ങ് പച്ച കളറൊന്നും അതിൻ്റെ മാറേണ്ട ആവശ്യമൊന്നുമില്ല. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നൊരു പച്ചമണം മാറുമ്പോൾ നമ്മളിനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. തീ ഒട്ടും കുറയ്ക്കേണ്ട, തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം.
നമ്മുടെ ഫിഷ് നല്ലതുപോലെ കോട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സോസാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം സോസ് ഞാൻ ആഡ് ചെയ്തു. നിർഭാഗ്യവശാൽ എൻ്റെ വീഡിയോ ഞാൻ പോസ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. നമ്മുടെ സോസ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാം. അതല്ല കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോട്ടിങ്ങും കൂടെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തായാലും കോൺഫ്ലവർ മാറ്റി വെച്ചിട്ടുണ്ട്, അതിനി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഒരുപാട് പൊട്ടിപ്പോവരുത്, വളരെ സൂക്ഷിച്ച് നല്ലതുപോലെ ഇളക്കുമ്പോൾ നമ്മുടെ ഈ കോൺഫ്ലവർ ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ പിടിച്ച് നല്ല കോട്ടിങ്ങോടുകൂടി വരും. അപ്പോൾ നമ്മുടെ ചില്ലി ഫിഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കരുത്. മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.